വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. ജോഷുവയുടെ പുസ്തകം 9-ാം അധ്യായം. ജോർദാന്റെ മറുകരെ മലയിലും സമതലത്തും ലെബനോനിന് മുമ്പിലേക്കുള്ള വൻകടൽ തീരത്ത് എങ്ങുമുള്ള ഹിത്യ, അമോര്യ, കാനാന്യ, പെരിസ്യ, ഹിവ്യ, ജബൂസ്യ രാജാക്കന്മാരെല്ലാവരും അത് കേൾക്കാനിടയായപ്പോൾ ജോഷുവുമായും ഇസ്രായേൽക്കാരുമായും യുദ്ധം ചെയ്യാൻ ഏകാഭിപ്രായത്തോടെ ഒരുമിച്ച് കൂടി. ജെറീക്കയോടും ആയയോടും ജോഷുവ ചെയ്തത് ഗിബെയോൻ നിവാസികൾ കേട്ടപ്പോൾ അവർ സ്വമേധയാ കൗശലപൂർവ്വം പ്രവർത്തിച്ചു. അവർ പോയി ഭക്ഷണം തയ്യാറാക്കി. കീറിപ്പറിഞ്ഞ് തുന്നിക്കൂട്ടിയ പഴഞ്ചൻ വീഞ്ഞു തോൽക്കുടങ്ങളും തങ്ങളുടെ കഴുതകൾക്കായി കീറ ചാക്കുകളും എടുത്തു. നന്നാക്കിയെടുത്ത പഴയ ചെരുപ്പുകൾ അവരുടെ കാലുകളിലും പഴകിയ മേലങ്കികൾ അവരുടെ മേലും ഉണ്ടായിരുന്നു. അവരുടെ പാഥേയമായ അപ്പം ഉണങ്ങിയതും പൊടിഞ്ഞതും ആയിരുന്നു. അവർ ജോഷുവയുടെ പക്കൽ ഗിൽഗാലിലെ പാളയത്തിലേക്ക് ചെന്ന് അവനോടും പൊതുവായി ഇസ്രായേൽക്കാരോടും പറഞ്ഞു, ഞങ്ങൾ വിദൂരദേശത്ത് നിന്ന് വരികയാണ്. ഇപ്പോൾ നിങ്ങൾ ഞങ്ങളോട് ഒരു ഉടമ്പടി ചെയ്യണം. അപ്പോൾ ഇസ്രായേൽക്കാർ സംഘാതമായി ഹിവികളോട് പറഞ്ഞു, നീ ഒരുപക്ഷെ എനിക്കിടയിൽ താമസിക്കുന്നവനായിരിക്കും. അപ്പോഴെങ്ങനെ ഞാൻ നിന്നോട് ഒരു ഉടമ്പടി ചെയ്യും? അപ്പോൾ അവർ ജോഷുവയോട്, ഞങ്ങൾ അങ്ങയുടെ ദാസന്മാരാണ് എന്ന് പറഞ്ഞു. ജോഷുവ അവരോട് ആരാഞ്ഞു, നിങ്ങൾ ആരാണ്? എവിടെ നിന്ന് വരുന്നു? അവർ അവനോട് പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തെ പ്രതി വിദൂരദേശത്ത് നിന്നാണ് നിന്റെ ദാസന്മാർ വന്നിരിക്കുന്നത്. അവിടത്തെക്കുറിച്ചുള്ള വാർത്തയും അവിടുന്ന് ഈജിപ്തിൽ പ്രവർത്തിച്ചത് ഒക്കെയും ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ജോർദാന്റെ മറുകരയിലുള്ള അമോരികളുടെ ഇരു രാജാക്കന്മാരോട്, ഹെഷ്ബോൻ രാജാവായ സീഹോനോടും അഷ്താറോത്തിലെ ബാഷാൻ രാജാവായ ഓഗിനോടും അവിടുന്ന് പ്രവർത്തിച്ചതും, അതുകൊണ്ട് ഞങ്ങളുടെ ശ്രേഷ്ഠന്മാരും ഞങ്ങളുടെ ദേശവാസികളെല്ലാവരും ഞങ്ങളോട് ഇപ്രകാരം പറഞ്ഞു, യാത്രയ്ക്ക് വേണ്ട പാഥേയം കയ്യിലെടുത്ത് അവരെ സന്ദർശിക്കാൻ നിങ്ങൾ യാത്രയാകുവിൻ. എന്നിട്ട് അവരോട് നിങ്ങൾ പറയണം, ഞങ്ങൾ നിങ്ങളുടെ ദാസന്മാരാണ്. ഇപ്പോൾ നിങ്ങൾ ഞങ്ങളോട് ഒരു ഉടമ്പടി ചെയ്യുവിൻ. നിങ്ങളുടെ പക്കലേക്ക് യാത്ര ചെയ്യാൻ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് പുറപ്പെട്ട ദിവസം ഞങ്ങൾ ചൂടോടെ തയ്യാറാക്കിയതാണ് ഞങ്ങളുടെ ഈ അപ്പം. എന്നാൽ ഇപ്പോൾ ഇതാ അത് ഉണങ്ങിപ്പൊടിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ നിറയ്ക്കുമ്പോൾ ഈ വീഞ്ഞ് തോൽക്കുടങ്ങൾ പുതിയവയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതാ അവ കീറിപ്പറഞ്ഞിരിക്കുന്നു. സുദീർഘമായ യാത്ര മൂലം ഞങ്ങളുടെ ഈ മേലങ്കികളും ചെരുപ്പുകളും പഴകിയിരിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ നിർദ്ദേശം ആരായാതെ തന്നെ ആളുകൾ അവരുടെ പാഥേയത്തിൽ അല്പം സ്വീകരിച്ചു. അവരെ ജീവിക്കാൻ അനുവദിക്കുന്നതിന് ജോഷുവ അവരോട് സന്ധി ചെയ്ത് അവരുമായി ഉടമ്പടി ഉണ്ടാക്കി. സമൂഹ നേതാക്കളും അവരോട് ശപഥം ചെയ്തു. അവർ അക്കൂട്ടരോട് ഉടമ്പടി ഉണ്ടാക്കിയിട്ട് 3 ദിവസം കഴിഞ്ഞപ്പോൾ അക്കൂട്ടർ തങ്ങളോട് അടുത്തുള്ളവരാണെന്നും തങ്ങൾക്ക് മധ്യേ വസിക്കുന്നവരാണെന്നും അവർ കേട്ടു. പാളയം നീക്കിയിട്ട് 3-ാം ദിവസമാണ് ഇസ്രായേല്യർ അവരുടെ പട്ടണങ്ങളിൽ എത്തിച്ചേർന്നത്. അവരുടെ പട്ടണങ്ങൾ ഗിബെയോൻ, കെഫീറ, ബേറോത്ത്, കിരിയാത്ത് യയാറിം എന്നിവയായിരുന്നു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ കൊണ്ട് സമൂഹ നേതാക്കന്മാർ അവരോട് ശപഥം ചെയ്തിരുന്നതിനാൽ ഇസ്രായേല്യർ അവരെ ആക്രമിച്ചില്ല. എന്നാൽ സമൂഹം മുഴുവൻ നേതാക്കന്മാർക്കെതിരെ പിറുപിറുത്തു. നേതാക്കന്മാരെല്ലാം സമൂഹം മുഴുവനോടുമായി പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ കൊണ്ട് ഞങ്ങൾ അവരോട് ശപഥം ചെയ്തിട്ടുള്ളതിനാൽ ഇപ്പോൾ അവരെ പ്രഹരിക്കുന്നതിന് നമുക്ക് സാധ്യമല്ല. നമുക്ക് അവരോട് ഇങ്ങനെ ചെയ്യാം, അവരെ ജീവിക്കാൻ അനുവദിക്കാം. അപ്പോൾ നമ്മൾ അവരോട് ഉറപ്പിച്ച ശപഥത്തെ പ്രതി നമ്മുടെ മേൽ പ്രതികാരം ഉണ്ടായിരിക്കുകയില്ല. അവർ ജീവിച്ചു കൊള്ളട്ടെ എന്ന് നേതാക്കന്മാർ അവരോട് പറഞ്ഞു. അങ്ങനെ നേതാക്കന്മാർ അവരോട് പ്രസ്താവിച്ചതുപോലെ അവർ സമൂഹത്തിന് മുഴുവനും വേണ്ടി വിറക് വെട്ടുന്നവരും വെള്ളം കോരുന്നവരുമായി. ജോഷുവ അവരെ വിളിച്ച് പ്രകാരം അവരോട് പ്രസ്താവിച്ചു,
നിങ്ങൾ ഞങ്ങളുടെ ഇടയിൽ തന്നെ വസിക്കെ നിങ്ങളിൽ നിന്ന് ഞങ്ങൾ വളരെ ദൂരത്താണ് എന്ന് പറഞ്ഞ് ഞങ്ങളെ വഞ്ചിച്ചത് എന്തിന്? ആകയാൽ ഇപ്പോൾ നിങ്ങൾ ശപിക്കപ്പെട്ടവരാണ്. നിങ്ങളിൽ നിന്ന് അടിമാവസ്ഥ വിച്ഛേദിക്കപ്പെടുകയില്ല. എൻ്റെ ദൈവത്തിൻ്റെ ഭവനത്തിന് വേണ്ടി വിറക് വെട്ടുന്നവരും വെള്ളം കോരുന്നവരുമായിരിക്കും നിങ്ങൾ. അവർ ജോഷുവയോട് പ്രത്യുത്തരമായി പറഞ്ഞു, ഈ ദേശം മുഴുവനും നിങ്ങൾക്ക് തരുന്നതിനും ദേശവാസികളെയെല്ലാം നിങ്ങളുടെ മുമ്പിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യുന്നതിനും നിന്റെ ദൈവമായ കർത്താവ് തൻ്റെ ദാസനായ മോശയെ അനുശാസിച്ചിട്ടുള്ളത് നിന്റെ ദാസന്മാരോട് കൃത്യമായി അറിയിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ പ്രതി അത്യന്തം ഭയന്ന് ഞങ്ങളുടെ ജീവന് വേണ്ടി ഇക്കാര്യം ചെയ്തു പോയി. ഇപ്പോൾ ഇതാ ഞങ്ങൾ നിന്റെ കയ്യിലാണ്. നിന്റെ ദൃഷ്ടികളിൽ ഞങ്ങളോട് ചെയ്യാൻ നല്ലതും യുക്തവുമെന്ന് തോന്നുന്നത് ചെയ്തു കൊള്ളുക. അപ്രകാരം തന്നെ അവൻ അവരോട് പ്രവർത്തിച്ചു. അവരെ ഇസ്രായേലരുടെ കരങ്ങളിൽ നിന്ന് മോചിപ്പിച്ചു. അവർ അവരെ വധിച്ചില്ല. സമൂഹത്തിന് വേണ്ടിയും കർത്താവ് തിരഞ്ഞെടുത്ത സ്ഥലത്തേക്ക് അവിടുത്തെ ബലിപീഠത്തിന് വേണ്ടിയും വിറക് വെട്ടുന്നവരും വെള്ളം കോരുന്നവരുമായി അവരെ അന്ന് ജോഷുവ നിയമിച്ചു. ഈ ദിനം വരെയും അവർ അങ്ങനെ തന്നെ. ജോഷുവയുടെ പുസ്തകം 10-ാം അധ്യായം. ജോഷുവ ആയി പിടിച്ചടക്കി. ജെറീക്കയോടും അതിൻ്റെ രാജാവിനോടും അവൻ ചെയ്തതുപോലെ ആയിയോടും അതിൻ്റെ രാജാവിനോടും ചെയ്ത് അതിനെ ഉന്മൂലന ആചാരവിധേയമാക്കിയെന്നും ഗിബെയോൻ നിവാസികൾ ഇസ്രായേൽക്കാരുമായി സമാധാന സന്ധി ചെയ്ത് അവരുടെ ഇടയിൽ ജീവിക്കുന്നുവെന്നും ജെറൂസലേം രാജാവായ അദോനിസദേക്ക് കേൾക്കാനിടയായി. അവർ ഏറെ പരിഭ്രാന്തരായി. കാരണം രാജ്യത്തിൻ്റെ പട്ടണങ്ങളിൽ ഒന്നിനെ പോലെ വലിയൊരു പട്ടണമായിരുന്നു ഗിബെയോൻ. അത് ആയിയേക്കാൾ വലുതും അതിൻ്റെ ആളുകളെല്ലാം വീരന്മാരുമായിരുന്നു. ജെറൂസലേം രാജാവായ അദോനിസദേക്ക് ഹെബ്രോൻ രാജാവായ ഗോഹാമിനും യർമുത്ത് രാജാവായ പിറാമിനും ലാഖിഷ് രാജാവായ ജെഫിയാക്കും എഗ്ലോൻ രാജാവായ ദബീറിനും ഇപ്രകാരം സന്ദേശം അയച്ചു: നിങ്ങൾ എൻ്റെ പക്കൽ കയറി വന്ന് എന്നെ സഹായിക്കുവിൻ. നമുക്ക് ഗിബെയോനെ ആക്രമിക്കാം. കാരണം അത് ജോഷുവയുമായും ഇസ്രായേലരുമായും സമാധാന സന്ധി ചെയ്തിരിക്കുന്നു. അങ്ങനെ അമോറികളുടെ 5 രാജാക്കന്മാർ, ജെറൂസലേം രാജാവ്, ഹെബ്രോൻ രാജാവ്, യാർമുത്ത് രാജാവ്, ലഖിഷ് രാജാവ്, എഗ്ലോൻ രാജാവ് എന്നിവരും അവരുടെ പാളയങ്ങൾ മുഴുവനും സംഘടിച്ച് കയറി ഗിബെയോണിനെതിരെ പാളയമടിച്ചു. അതിനെതിരെ അവർ യുദ്ധം ചെയ്തു. ഗിബെയോനിലെ ആൾക്കാർ ജോഷുവയുടെ പക്കൽ ഗിൽഗാൽ പാളയത്തിലേക്ക് ഇപ്രകാരം സന്ദേശമയച്ചു: നിന്റെ ദാസന്മാരിൽ നിന്ന് നിന്റെ കൈകൾ പിൻവലിക്കരുതേ. ഞങ്ങളുടെ പക്കലേക്ക് ശീഘ്രം കയറി വന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ. എന്തെന്നാൽ മലയിൽ വസിക്കുന്ന അമോരികളുടെ രാജാക്കന്മാരെല്ലാവരും ഞങ്ങൾക്കെതിരായി ഒത്തുകൂടിയിരിക്കുന്നു. അപ്പോൾ ജോഷുവ അവനും അവനോടൊപ്പം സകല യോദ്ധാക്കളും സകല വീര പോരാളികളും ഗിൽഗാലിൽ നിന്ന് കയറി ചെന്നു. കർത്താവ് ജോഷുവയോട് അരുൾ ചെയ്തു: അവരെ നീ ഭയപ്പെടേണ്ട. തീർച്ചയായും ഞാൻ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്നിരിക്കുന്നു. അവരിൽ ഒരുവനും നിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കുകയില്ല. ജോഷുവ ഗിൽഗാലിൽ നിന്ന് രാത്രി മുഴുവൻ കയറി ദ്രുതഗതിയിൽ അവരുടെ പക്കലെത്തി. കർത്താവ് ഇസ്രായേലിന്റെ മുമ്പിൽ അവരെ ഭയവിഹുലരാക്കി. ഗിബെയോനിൽ അവിടുന്ന് അവരെ കനത്ത പ്രഹരമേൽപ്പിച്ചു. ബെത്ഹോറോൻ കയറ്റം വഴി അവരെ അനുധാവനം ചെയ്യുകയും അസേക്ക വരെയും മക്കേദ വരെയും അവരെ ആക്രമിക്കുകയും ചെയ്തു. ഇസ്രായേൽക്കാരുടെ മുമ്പിൽ നിന്ന് പലായനം ചെയ്ത് അവർ ബെത്ഹോറോൻ ഇറക്കത്തിലായിരിക്കുമ്പോൾ അസേക്ക വരെ കർത്താവ് ആകാശത്ത് നിന്ന് അവരുടെ മേൽ വലിയ കല്ലുകൾ എറിഞ്ഞു. അവർ അങ്ങനെ മൃതിപ്പെട്ടു. കന്മഴക്കല്ലുകൾ കൊണ്ട് മരിച്ചവർ വാളുകൊണ്ട് ഇസ്രായേല്യർ നിഗ്രഹിച്ചവരെക്കാൾ അധികമായിരുന്നു. കർത്താവ് ഇസ്രായേല്യർക്ക് മുമ്പിൽ അമോര്യരെ വിട്ടുകൊടുക്കുന്ന ദിവസം ആ സമയത്ത് ജോഷുവ കർത്താവിനോട് സംസാരിച്ച് ഇസ്രായേൽ സമക്ഷം പറഞ്ഞു: ആദിത്യ, നീ ഗിബെയോനിൽ നിശ്ചലനാകൂ.
പനിമതി നീ അയലോൻ താഴ്വരയിലും. അപ്പോൾ ആദിത്യൻ നിശ്ചലനായി, പനിമതി നിശ്ചേഷ്ടയുമായി. ജനത വൈര്യ നിര്യാതനം നിർവഹിക്കും വരെ. യാഷാറിന്റെ പുസ്തകത്തിൽ അത് ലിഖിതമല്ലേ? അങ്ങനെ അസ്തമിക്കാൻ തിടുക്കം കൂട്ടാതെ ഏതാണ്ട് ഒരു ദിനം മുഴുവൻ ആകാശമധ്യേ സൂര്യൻ നിശ്ചലനായി. കർത്താവ് ഒരു വ്യക്തിയുടെ സ്വരം കേട്ട് പ്രവർത്തിച്ച ആ ദിനം പോലൊന്ന് അതിനു മുമ്പോ പിമ്പോ ഉണ്ടായിട്ടില്ല. അതെ, ഇസ്രായേലിന് വേണ്ടി കർത്താവ് പോരാടി. അനന്തരം ഗിൽഗാൽ പാളയത്തിലേക്ക് ജോഷുവയും അവനോടൊപ്പം എല്ലാ ഇസ്രായേൽക്കാരും തിരികെ പോന്നു. ആ 5 രാജാക്കന്മാരാകട്ടെ പലായനം ചെയ്ത് മക്കേദായിലുള്ള ഗുഹയിൽ സ്വയം ഒളിച്ചു. 5 രാജാക്കന്മാരും മക്കേദായിലെ ഗുഹയിൽ സ്വയം ഒളിച്ചിരിക്കുന്നതായി കണ്ടെത്തപ്പെട്ടിരിക്കുന്നുവെന്ന് ജോഷുവയ്ക്ക് അറിയിപ്പ് കിട്ടി. അപ്പോൾ ജോഷുവ പറഞ്ഞു, ഗുഹാമുഖത്ത് വലിയ കല്ലുകൾ ഉരുട്ടി വയ്ക്കുവിൻ. അവരെ കാക്കുന്നതിന് അതിന്മേൽ ആളുകളെ നിയോഗിക്കുകയും ചെയ്യുവിൻ. നിങ്ങളാകട്ടെ ഇവിടെ നിൽക്കാതെ ശത്രുക്കളുടെ പിന്നാലെ പാഞ്ഞ് പിന്നണികളെ ആക്രമിക്കുവിൻ. തങ്ങളുടെ പട്ടണങ്ങളിൽ പ്രവേശിക്കാൻ അവരെ അനുവദിക്കരുത്. എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. അവരെ സംഹരിക്കുമാറ് ജോഷുവയും ഇസ്രായേലരും വളരെ കനത്ത പ്രഹരമേൽപ്പിച്ചു കഴിഞ്ഞപ്പോഴേക്കും രക്ഷപ്പെട്ട് അതിജീവിച്ചവരിൽ ചിലർ കോട്ടനഗരങ്ങളിൽ ചെന്നെത്തിയിരുന്നു. അനന്തരം ജനമെല്ലാം സുരക്ഷിതരായി മക്കേദായിൽ ജോഷുവയുടെ പക്കൽ പാളയത്തിലേക്ക് തിരിച്ചെത്തി. ആരും ഇസ്രായേലരോട് കടുത്ത് സംസാരിച്ചില്ല. അപ്പോൾ ജോഷുവ പറഞ്ഞു, ഗുഹാമുഖം തുറന്ന് ആ 5 രാജാക്കന്മാരെ എൻ്റെ അടുക്കിലേക്ക് ഗുഹയിൽ നിന്ന് പുറത്തെത്തിക്കുവിൻ. അവർ അപ്രകാരം ചെയ്തു. അവർ ഗുഹയിൽ നിന്ന് ആ 5 രാജാക്കന്മാരെ ജെറൂസലേം രാജാവ്, ഹെബ്രോൻ രാജാവ്, യാർമുത്ത് രാജാവ്, ലക്കിഷ് രാജാവ്, എഗ്ലോൻ രാജാവ് എന്നിവരെ അവൻ്റെ അടുക്കിലേക്ക് പുറത്തെത്തിച്ചു. അവർ ജോഷുവയുടെ അടുക്കിലേക്ക് ആ രാജാക്കന്മാരെ പുറത്തെത്തിച്ചപ്പോൾ ജോഷുവ ഓരോ ഇസ്രായേൽക്കാരനെയും പ്രശംസിച്ചു. അനന്തരം തന്നോടൊപ്പം അണിനിരന്ന പട്ടാള മേധാവികളോട് അവൻ പറഞ്ഞു, അടുത്തു വന്ന് ഈ രാജാക്കന്മാരുടെ പിടലികൾക്ക് മേൽ കാൽ ചവിട്ടുവീൻ. അവർ അടുത്തു വന്ന് അവരുടെ പിടലികൾക്ക് മേൽ കാൽ ചവിട്ടി. ജോഷുവ അവരോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട. ശക്തരും ധീരരുമായിരിക്കുവിൻ. നിങ്ങൾ യുദ്ധത്തിൽ ഏർപ്പെടുന്ന നിങ്ങളുടെ എല്ലാ ശത്രുക്കളോടും തീർച്ചയായും ഇപ്രകാരം തന്നെ കർത്താവ് പ്രവർത്തിക്കും. അനന്തരം ജോഷുവ അവരെ പ്രഹരിച്ചു. അതിനുശേഷം അവരെ കൊന്ന് 5 മരങ്ങളിൽ കെട്ടിത്തൂക്കി. സായാഹ്നം വരെ അവർ മരങ്ങളിൽ തൂക്കപ്പെട്ട നിലയിലായിരുന്നു. സൂര്യാസ്തമന നേരമായപ്പോൾ ജോഷുവ കൽപ്പിക്കുകയും അവർ അവരെ വൃക്ഷങ്ങളിൽ നിന്ന് ഇറക്കി അവർ ഒളിസ്ഥലമാക്കിയ ഗുഹയിൽ തള്ളുകയും വലിയ കല്ലുകൾ ഗുഹാമുഖത്ത് വയ്ക്കുകയും ചെയ്തു. അവ ഇന്നുവരെയും അവിടെ ഉണ്ട്. അന്ന് തന്നെ ജോഷുവ മക്കേദ പിടിച്ചടക്കി. അതിനെയും അതിൻ്റെ രാജാവിനെയും വാൾത്തലക്കിരയാക്കി. അവയെയും അതിലുള്ള ഓരോ വ്യക്തിയെയും അവൻ ഉന്മൂലന ആചാരവിധേയമാക്കി. അതിജീവിക്കുന്നവനായി ആരെയും അവശേഷിപ്പിച്ചില്ല. ജെറീക്കോ രാജാവിനോട് ചെയ്ത പോലെ മക്കേദ രാജാവിനോടും അവൻ പ്രവർത്തിച്ചു. മക്കേദായിൽ നിന്ന് ജോഷുവയും അവനോടൊപ്പം എല്ലാ ഇസ്രായേൽക്കാരും ലിബ്നയിലേക്ക് മുന്നേറി ലിബ്നക്കാരുമായി യുദ്ധത്തിലേർപ്പെട്ടു. അതിനെയും അതിൻ്റെ രാജാവിനെയും കർത്താവ് ഇസ്രായേൽക്കാരുടെ കയ്യിലേൽപ്പിച്ചു. അതിനെയും അതിലുള്ള ഓരോ വ്യക്തിയെയും അവൻ വാൾത്തലയ്ക്ക് ഇരയാക്കി. അതിജീവിക്കുന്നവനായി ആരെയും അതിൽ അവശേഷിപ്പിച്ചില്ല. ജെറീക്ക രാജാവിനോട് ചെയ്തതുപോലെ മെക്കേദ രാജാവിനോടും അവൻ പ്രവർത്തിച്ചു. ജോഷുവയും അവനോടൊപ്പം എല്ലാ ഇസ്രായേൽക്കാരും ലിബ്നയിൽ നിന്ന് ലക്കീഷിലേക്ക് മുന്നേറി അതിനോട് ചേർന്ന് പാളയമടിച്ച് അതിനെതിരെ പോരാടി. ലാക്കീഷിനെയും കർത്താവ് ഇസ്രായേൽക്കാരുടെ കയ്യിലേൽപ്പിച്ചു. 2-ാം ദിവസം അവൻ അത് പിടിച്ചെടുക്കുകയും അതിനെയും അതിലുള്ള ഓരോ വ്യക്തിയെയും ലിബ്നയോട് അവൻ ചെയ്തതെല്ലാം പോലെ വാൾത്തലയ്ക്ക് ഇരയാക്കുകയും ചെയ്തു. ഗേസറിലെ രാജാവായ ഹോറാം ലാക്കീഷിനെ
സഹായിക്കാൻ കയറി ചെന്നു. എന്നാൽ അവന് അതിജീവിക്കുന്നവനായി ആരെയും അവശേഷിപ്പിക്കാത്ത വിധം ജോഷുവ അവനെയും അവൻ്റെ ജനത്തെയും പ്രഹരിച്ചു. ജോഷുവയും അവനോടൊപ്പം എല്ലാ ഇസ്രായേൽക്കാരും ലാഖീഷിൽ നിന്ന് എഗ്ലോനിലേക്ക് മുന്നേറി അതിനോട് ചേർന്ന് പാളയമടിച്ച് അതിനോട് പൊരുതി. ആ ദിവസം അവർ അത് പിടിച്ചടക്കി വാൾത്തലയ്ക്ക് ഇരയാക്കി. ലാഖീഷിനോട് അവൻ ചെയ്തതെല്ലാം പോലെ അതിലുള്ള ഓരോ വ്യക്തിയെയും അന്ന് തന്നെ ഉന്മൂലന ആചാര വിധേയനാക്കുകയും ചെയ്തു. അതിനുശേഷം ജോഷുവയും അവനോടൊപ്പം എല്ലാ ഇസ്രായേൽക്കാരും എഗ്ലോനിൽ നിന്ന് ഹെബ്രോണിലേക്ക് കയറി ചെന്ന് അതിനോട് യുദ്ധം ചെയ്തു. അവർ അത് പിടിച്ചടക്കി അതിനെയും അതിൻ്റെ രാജാവിനെയും അതിൻ്റെ എല്ലാ പട്ടണങ്ങളെയും അതിലുള്ള ഓരോ വ്യക്തിയെയും വാൾത്തലയ്ക്ക് ഇരയാക്കി. അതിജീവിക്കുന്നതിനായി ആരെയും അവൻ അവശേഷിപ്പിച്ചില്ല. എഗ്ലോനോട് അവൻ ചെയ്തതെല്ലാം പോലെ അതിനെയും അതിലുള്ള ഓരോ വ്യക്തിയെയും അവൻ ഉന്മൂലനാചാര വിധേയമാക്കി. ജോഷുവയും അവനോടൊപ്പം എല്ലാ ഇസ്രായേൽക്കാരും ദബീറിലേക്ക് തിരിഞ്ഞ് അതിനോട് പൊരുതി അതിനെയും അതിൻ്റെ രാജാവിനെയും സകല പട്ടണങ്ങളെയും പിടിച്ചടക്കി അവയെ വാൾത്തലയ്ക്ക് ഇരയാക്കി. അതിലുള്ള ഓരോ വ്യക്തിയെയും അവർ ഉന്മൂലനാചാര വിധേയനാക്കി. അതിജീവിക്കുന്നവനായി ആരെയും അവശേഷിപ്പിച്ചില്ല. ഹെബ്രോണിനോട് അവൻ ചെയ്തതുപോലെയും ലിബ്നായോടും അതിൻ്റെ രാജാവിനോടും അവൻ ചെയ്തതുപോലെയും ദബീറയോടും അതിൻ്റെ രാജാവിനോടും അവൻ പ്രവർത്തിച്ചു. അങ്ങനെ മല, ദക്ഷിണഭാഗം, സമതലം, ചരിവുകൾ എന്നിവ ഉൾക്കൊള്ളുന്ന നാട് മുഴുവനും അവയുടെ രാജാക്കന്മാരെയും ജോഷുവ കീഴടക്കി. അതിജീവിക്കുന്നവനായി ആരെയും അവശേഷിപ്പിച്ചില്ല. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് കൽപ്പിച്ചിരുന്ന പോലെ സകല ജീവിയെയും അവൻ ഉന്മൂലാചാര വിധേയമാക്കി. കാദേശ് ബെർണയ മുതൽ ഗാസ വരെ അവരെയും ഗിബയോൻ വരെയുള്ള ഗോഷൻ പ്രദേശം മുഴുവനെയും ജോഷുവ ആക്രമിച്ചു. ഈ രാജാക്കന്മാരെല്ലാവരെയും അവരുടെ ദേശവും ഒറ്റയടിക്ക് ജോഷുവ പിടിച്ചെടുത്തു. എന്നാൽ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഇസ്രായേൽക്കാർക്ക് വേണ്ടി പടപൊരുതി. അതിനുശേഷം ജോഷുവയും കൂടെയുണ്ടായിരുന്ന ഇസ്രായേൽക്കാരെല്ലാവരും ഗിൽഗാൽ പാളയത്തിലേക്ക് മടങ്ങി. സുഭാഷിതങ്ങൾ 3-ാം അധ്യായം. എൻ്റെ മകനെ, എൻ്റെ പ്രബോധനം വിസ്മരിക്കരുത്. നിന്റെ ഹൃദയം എൻ്റെ കൽപ്പനകൾ പാലിക്കട്ടെ. എന്തെന്നാൽ അവ നിനക്ക് ആയുർദൈർഘ്യവും ജീവിത സംവത്സരങ്ങളും ഐശ്വര്യവും വർദ്ധിപ്പിക്കും. കൃപയും സത്യവും നിന്നെ ഉപേക്ഷിക്കാതിരിക്കട്ടെ. അവ നിന്റെ കണ്ടത്തിൽ അണിയുക. നിന്റെ ഹൃദയഫലകത്തിൽ അവ എഴുതുകയും ചെയ്യുക. അങ്ങനെ നീ ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും ദൃഷ്ടികളിൽ പ്രീതിയും നല്ല മതിപ്പും കണ്ടെത്തുക. നിന്റെ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിൽ ആശ്രയിക്കുക. നിന്റെ തന്നെ ഉൾക്കാഴ്ചയിലേക്ക് ചാരാതിരിക്കുക. നിന്റെ എല്ലാ വഴികളിലും അവിടുത്തെ അറിയുക. അവിടുന്ന് നിന്റെ മാർഗങ്ങൾ നേരെയാക്കും. നിന്റെ തന്നെ കണ്ണുകളിൽ നീ ജ്ഞാനിയാവരുത്. കർത്താവിനെ ഭയപ്പെട്ട് തിന്മയിൽ നിന്ന് അകന്നു മാറുക. അത് നിന്റെ ശരീരത്തിന് സൗഖ്യവും അസ്ഥികൾക്ക് ഉന്മേഷവുമായിരിക്കട്ടെ. കർത്താവിനെ നിന്റെ സമ്പത്ത് കൊണ്ടും നിന്റെ എല്ലാ ഉൽപ്പന്നത്തിൻ്റെയും ആദ്യ ഫലം കൊണ്ടും ബഹുമാനിക്കുക. അപ്പോൾ നിന്റെ കലവറകൾ സമൃദ്ധി കൊണ്ട് നിറയുകയും നിന്റെ ചക്കുകൾ വീഞ്ഞുകൊണ്ട് കവിഞ്ഞൊഴുകുകയും ചെയ്യും. എൻ്റെ മകനെ, കർത്താവിൻ്റെ ശിക്ഷണം നിരാകരിക്കരുത്. അവിടുത്തെ ശാസനയിൽ മടുക്കുകയും അരുത്. എന്തെന്നാൽ പുത്രനെ ഇഷ്ടപ്പെടുന്ന പിതാവിനെ പോലെ കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുന്നു. ജ്ഞാനം കണ്ടെത്തിയ മനുഷ്യനും വിവേകം നേടിയ മനുഷ്യനും ഭാഗ്യവാനാണ്. എന്തെന്നാൽ അതിൻ്റെ നേട്ടം വെള്ളിയുടെ നേട്ടത്തെക്കാളും അതിൻ്റെ ആദായം സ്വർണത്തെക്കാളും വിശിഷ്ടമാണ്. അവൻ രത്നങ്ങളെക്കാൾ അമൂല്യയാണ്. നിന്റെ സന്തോഷങ്ങളൊന്നും അവൾക്ക് തുല്യമല്ല. അവളുടെ വലത്ത് കൈയിൽ ദീർഘായുസ്സും ഇടത്ത് കൈയിൽ സമ്പത്തും ബഹുമതിയും ഉണ്ട്. അവളുടെ വഴികൾ പ്രസന്നതയുടെ വഴികളാണ്. അവളുടെ പാതകളെല്ലാം സമാധാനമാണ്. അവളെ കൊണ്ട് ബലപ്പെടുന്നവർക്ക് അവൾ ജീവന്റെ വൃക്ഷമാണ്. അവളെ മുറുകെ പിടിക്കുന്നവർ സന്തുഷ്ടരായിരിക്കും. കർത്താവ് ജ്ഞാനത്താൽ
ഭൂമി സ്ഥാപിച്ചു. വിവേകത്താൽ ആകാശങ്ങൾ ഉറപ്പിച്ചു. അവിടുത്തെ വിജ്ഞാനത്താൽ ആഴങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. വാനിടങ്ങൾ മഞ്ഞ് പൊഴിക്കുന്നു. എൻ്റെ മകനെ, ബോധജ്ഞാനവും വിവേചന ശക്തിയും നിന്റെ ദൃഷ്ടികളിൽ നിന്ന് മാറിപ്പോകാതെ നീ കാവലിരിക്കുക. അവൻ നിന്റെ ആത്മാവിന് ജീവനും നിന്റെ കണ്ഠത്തിന് ഹാരവുമായിരിക്കും. അങ്ങനെ നീ നിന്റെ വഴിയിൽ സുരക്ഷിതമായി നടക്കും. നിന്റെ കാൽ തട്ടുകയില്ല. നീ കിടക്കുകയാണെങ്കിൽ നിർഭയനായിരിക്കും. നീ ശയിക്കുമ്പോൾ നിന്റെ നിദ്ര സുഖകരമായിരിക്കും. പെട്ടെന്നുള്ള ഭീകരത കൊണ്ടോ ദുഷ്ടർക്ക് വന്നുകൂടുന്ന നാശം കൊണ്ടോ നീ ഭയപ്പെടരുത്. നിന്റെ ആത്മധൈര്യത്തിൽ കർത്താവ് ഉണ്ടായിരിക്കും. തീർച്ച നിന്റെ കാലിനെ കുരുക്കിൽ നിന്ന് അവിടുന്ന് കാത്തുകൊള്ളും. തമ്പുരാന് പ്രവർത്തിക്കാൻ നിന്റെ കൈയുണ്ടായിരിക്കെ നന്മ അതിന് അവകാശമുള്ളവരിൽ നിന്ന് നീ നിഷേധിക്കരുത്. അത് നിന്റെ പക്കലുണ്ടായിരിക്കെ പോയി തിരിച്ചു വരൂ, നാളെ ഞാൻ തരാമെന്ന് അയൽക്കാരനോട് നീ പറയരുത്. നിന്നിൽ വിശ്വാസം അർപ്പിച്ച് നിന്നോടത്ത് പാർക്കുന്ന നിന്റെ അയൽക്കാരനെതിരെ നീ തിന്മ ആലോചിക്കരുത്. നിനക്ക് തിന്മ ചെയ്തിട്ടില്ലാത്ത മനുഷ്യനുമായി അകാരണമായി നീ കലഹിക്കരുത്. അക്രമിയായ ആളെക്കുറിച്ച് നീ അസൂയപ്പെടരുത്. അവന്റെ വഴികളിൽ ഒന്നും നീ തിരഞ്ഞെടുക്കരുത്. എന്തെന്നാൽ അബദ്ധ സഞ്ചാരി കർത്താവിന് മ്ലേച്ഛതയാണ്. സത്യസന്ധരോട് കൂടെയാണ് അവിടുത്തെ സൗഹൃദം. ദുഷ്ടന്റെ ഭവനത്തിന്മേൽ കർത്താവിന്റെ ശാപം. എന്നാൽ നീതിമാന്മാരുടെ പാർപ്പിടം അവിടുന്ന് അനുഗ്രഹിക്കുന്നു. പരിഹാസകർക്ക് അവിടുന്ന് പരിഹസിക്കുന്നവനാണെങ്കിലും വിനീതർക്ക് അവിടുന്ന് ഔദാര്യം സമ്മാനിക്കുന്നു. ജ്ഞാനികൾ ബഹുമതി അവകാശപ്പെടുത്തും, അവമതി ഉയർത്തുന്നവർ ഭോഷർ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 24 മുതൽ 36 വരെയുള്ള തിരുവചനങ്ങൾ. അശുദ്ധാരൂപി ഒരു മനുഷ്യനെ വിട്ടുപോയാൽ വരണ്ട സ്ഥലങ്ങളിലൂടെ ആശ്വാസം തേടി അലഞ്ഞു നടക്കും. കണ്ടെത്താതെ വരുമ്പോൾ അത് പറയുന്നു, ഇറങ്ങിപ്പോന്ന ഭവനത്തിലേക്ക് തന്നെ ഞാൻ തിരിച്ചു ചെല്ലും. തിരിച്ചു വരുമ്പോൾ ആ വീട് അടിച്ചുവാരിയും സജ്ജീകരിക്കപ്പെട്ടും കാണുന്നു. അപ്പോൾ അവൻ പോയി തന്നേക്കാൾ ദുഷ്ടരായ 7 അശുദ്ധാരൂപികളെ കൂടി കൊണ്ടുവന്ന് അവിടെ പ്രവേശിച്ച് വാസമുറപ്പിക്കുന്നു. അങ്ങനെ ആ മനുഷ്യന്റെ അവസാനത്തെ അവസ്ഥ ആദ്യത്തേനേക്കാൾ മോശമായി തീരുന്നു. അവൻ ഇത് അരുൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ സ്വരമുയർത്തി അവനോട് പറഞ്ഞു, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും അനുഗ്രഹീതം. എന്നാൽ അവൻ പറഞ്ഞു, ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ അനുഗ്രഹീതർ. ജനക്കൂട്ടം വർദ്ധിച്ചു വന്നപ്പോൾ അവൻ പറയാൻ തുടങ്ങി, ഈ തലമുറ ദുഷിച്ച തലമുറയാണ്. ഇത് അടയാളം അന്വേഷിക്കുന്നു. എന്നാൽ യോനായുടെ അടയാളമല്ലാതെ മറ്റൊരു അടയാളവും അതിന് നൽകപ്പെടുകയില്ല. യോന നിനവേക്കാർക്ക് അടയാളമായിരുന്ന പോലെ മനുഷ്യപുത്രൻ ഈ തലമുറയ്ക്കും അടയാളമായിരിക്കും. ദക്ഷിണദേശത്തെ രാജ്ഞി ന്യായവിധിയിൽ ഈ തലമുറയിലെ ആളുകളോടൊപ്പം ഉയർപ്പിക്കപ്പെടുകയും അവരെ കുറ്റം വിധിക്കുകയും ചെയ്യും. എന്തെന്നാൽ സോളമന്റെ ജ്ഞാനം ശ്രവിക്കാൻ അവൾ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് വന്നു. എന്നാൽ ഇതാ ഇവിടെ സോളമനേക്കാൾ വലിയവൻ. നിനവേക്കാരായ ആളുകൾ ന്യായവിധിയിൽ ഈ തലമുറയോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും. എന്തെന്നാൽ യോനായുടെ പ്രസംഗത്താൽ അവർ മാനസാന്തരപ്പെട്ടു. എന്നാൽ ഇതാ ഇവിടെ യോനയേക്കാൾ വലിയവൻ. വിളക്ക് കൊളുത്തി ആരും നിലവറയിലോ പറയുടെ കീഴിലോ വയ്ക്കാറില്ല. മറിച്ച് അകത്ത് പ്രവേശിക്കുന്നവർക്ക് വെളിച്ചം കാണാൻ പീഠത്തിന്മേലാണ് വയ്ക്കുന്നത്. നിന്റെ കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക്. നിന്റെ കണ്ണ് അന്യൂനമെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. ദുഷിച്ചതെങ്കിലോ നിന്റെ ശരീരം ഇരുണ്ടുപോകും. അതുകൊണ്ട് നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇരുളടഞ്ഞ ഒരു ഭാഗവുമില്ലാതെ നിന്റെ ശരീരം മുഴുവൻ പ്രകാശിതമാണെങ്കിൽ വിളക്കതിൻ്റെ കിരണങ്ങൾ കൊണ്ട് നിനക്ക് വെളിച്ചം തരുന്ന പോലെ ശരീരം മുഴുവൻ പ്രകാശമാനമായിരിക്കും. ദൈവവചനമേ നിത്യജീവന്റെ ആധാരം.
രക്ഷയേകിടും സത്യമാർഗമേ എൻ്റെ ആത്മാ